അതെ, ഈ ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുന്നേ എന്നാന്നറിയോ, ഈ കറി എന്നാന്നറിയണ്ടേ? അത് ഇന്ന് സാധാരണ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ക്രിസ്ത്യൻ വീടുകളിലായി ഈ കറി കണ്ടേക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എല്ലാ തരവും കറിയും വയ്ക്കും. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് മട്ടൻ തേങ്ങാപ്പാൽ കറിയാണ്. അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഇപ്പം പറയാൻ പോകുന്നത്. ഇതിപ്പോൾ മട്ടൻ ഒരു 1/2 കിലോ ടു 3/4 കിലോ വരെ കാണും. പിന്നെ വേണ്ടിയത് ഒരു 2 സവാള, പിന്നെ ഒരു തക്കാളി മതി, ഒരു മുഴുത്ത തക്കാളിയാണേ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ വേണ്ടിയത് എരിവ് അനുസരിച്ച് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അത് ഇച്ചിരി നീളത്തിൽ അരിഞ്ഞേക്കുക. പിന്നെ ഉള്ളത് ഇത് 2ാം പാലാണ്, 2ാം തേങ്ങാപ്പാൽ. ഇത് 1ാം പാല് കട്ടിക്കുള്ളതാ. ഇത് കുറച്ച് മല്ലിയില. ഇനി ഇത് വേണ്ടിയത് കുറച്ച് നെയ്യാ. ഇത് നെയ്യിൽ, മട്ടൺ ബേസിക്കലി ഫാറ്റാണ്, പക്ഷെ എന്നാലും ഇച്ചിരി നെയ്യൂടെ ഇടുമ്പോഴത്തേന് നല്ല സ്വാദാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ എല്ലാ സ്പൈസസും എന്നറിയോ, ഏലക്ക, കുരുമുളക്, പിന്നെ ജീരകം, പെരുംജീരകം അല്ല സാദാ ജീരകം. ഇത് കശകശയാ, ഇതൊരു ഇച്ചിരി കൂടുതൽ ഇട്ടോ, നല്ല സ്വാദാ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഗ്രാമ്പൂ, പിന്നെ ഉള്ളത് പട്ട. ഇതെല്ലാം പോയേച്ച് ഒരു 3/4 കിലോയ്ക്ക് ഒരു 7-8 വെളുത്തുള്ളി, അതായിട്ടൊന്നത്. ഇത്രയും സാധനമേ വേണ്ടുള്ളൂ. പിന്നെ അറിയാലോ എൻ്റെ ഫേവറേറ്റ് കറിവേപ്പില, ഇതില്ലാതെ ഒരു കറിയും നന്നാവുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നതേലും ഒരു കറിക്ക് ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയ്ക്ക് അതിനെ ശരിയാക്കാൻ നോക്കും. അതിനെന്തോ ഒരു മാജിക് ടച്ച് ഉണ്ട്. കറിവേപ്പില നിറയെ ഇടുമ്പോഴത്തേന് വെളിച്ചെണ്ണയും നെയ്യിനകത്തും ഒക്കെ അതിൻ്റെ ഒരു മണം വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദ്. അതെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മട്ടൺ ഒരു ഇച്ചിരി ഫാറ്റ് ഉള്ളതാ. പക്ഷെ എന്നാലും കുറച്ച് നെയ്യും ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ച് തന്നെ ഇത് ഉണ്ടാക്കുന്നത്. ഇച്ചിരി സ്വാദായിട്ട് ഉണ്ടാക്കാമല്ലോ. അത് നല്ലപ്പോഴൊക്കെ കുറച്ച് വെളിച്ചെണ്ണ, ഇത് ഇച്ചിരി നേരം ഞാനിങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് വിചാരിക്കരുത് അത് ഒത്തിരി ഒഴിച്ചെന്നുള്ളത് അല്ല. എന്നാലും നമ്മുടെ ഈ ഉള്ളി ഒന്ന് വഴറ്റാനുള്ള ഒരു എണ്ണ വേണം. അതിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യേ ഒഴിക്കത്തുള്ളൂ, കാര്യം പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ട്. അന്നേച്ച് ഇതിനകത്തോട്ട് ഈ സവാള, സവാളയുടെ കൂടെ തന്നെ പച്ചമുളക്, പിന്നെ ഉള്ളത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്. ഈ പച്ചമുളക് എന്നാന്ന് വെച്ചാൽ എരിവ് കണക്കാക്കി നമ്മൾ എടുത്തോണം. ഇതിനകത്ത് പക്ഷേ മുളക് പൊടി ചേരുന്നില്ല, അതുകൊണ്ട് നമ്മൾ പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർത്തോണം. ചിലർക്ക് എരിവ് ഒത്തിരി ഇഷ്ടമല്ല. പിന്നെ അഫ്കോഴ്സ് എന്നാ പറയാ, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഈ കറിവേപ്പില എൻ്റെ അടുത്തോട്ടിരുന്നോട്ടെ. കറിവേപ്പിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എന്നാന്നോ, ഒരു കറി ചീത്തയായാലും ഞാൻ പറഞ്ഞില്ലേ, അതിനെ ഭയങ്കര രുചിയാക്കാൻ നോക്കും. അതെന്നാ ഒരു മിറക്കളാന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക. പിന്നെ വെളിച്ചെണ്ണയിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വഴറ്റുന്ന സമയത്ത് എത്രയായാലും ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടാൽ അതിൻ്റെ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എത്ര വാടണം എന്ന് ചോദിച്ചാൽ ഒത്തിരി അങ്ങ് എന്നാ പറയാ, മുരിഞ്ഞൊന്നും പോണ്ട. അതിൻ്റെ ആ ഒരു സവാള നമ്മുടെ ഇതിലൊന്ന് കാണണം, വേണം. അതുകൊണ്ട് ഒത്തിരി മൊരിയണ്ട, ഒന്ന് വാടിയേച്ചാൽ മതി. പിന്നെ ഇതൊന്ന് പെട്ടെന്ന് വാടാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിടുക. പിന്നെ എന്തായാലും മട്ടൺ എല്ലാം ചേർത്തേച്ച് ഇടാനുള്ളതാ. പച്ചമുളക് ചേർക്കുമ്പോഴും നോക്കണം, ചില പച്ചമുളകിന് ഒട്ടും എരിവ് കാണുകയില്ല, ചിലതാണെങ്കിൽ നല്ല എരിവായിരിക്കും. അപ്പം നമ്മൾ ഈ കുരുമുളകും കൂടി ഇതിനകത്തോട് ചേർക്കാനുള്ളതാ. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവ് ഒന്ന് നോക്കണം. 50-50 ബേസിസ് ആയിരിക്കണം ചേർക്കുന്നത്. ഇതൊരു റെഡ് കളർ ആവുകയല്ല, ഒരു ബ്രൗൺ കളറാണേ. ഇനി കണ്ടോ, ഇതൊരു ഇച്ചിരി വാടി കഴിഞ്ഞാൽ ഞാൻ ഈ തക്കാളി അങ്ങ് ഇടുക. പുളിക്ക് ശരിക്കും തക്കാളി ആയിട്ട് പുളിക്ക് പകരം. ഇനിയിപ്പോൾ അഥവാ നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാ സാധനങ്ങളും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. അന്നേരം ചിലപ്പോൾ തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ തീർന്നിരിക്കും. അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതെല്ലാം നമ്മൾ വേവാനായിട്ട് വെക്കുകയല്ലേ, ആ സമയത്ത് ഒത്തിരി വിനാഗിരി ഒഴിച്ച് വെച്ചാൽ മതി. അതല്ല വിനാഗിരി ഇല്ലാന്ന് വെച്ചോ, വിനാഗിരി ഇല്ലാത്ത സ്ഥലമില്ല, പക്ഷെ എന്നാലും ചില സമയം അതും സംഭവിക്കാറുണ്ട്.
ഇച്ചിരി നാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് വെച്ചാൽ മതി. ഇനി ഇതൊരു ഇച്ചിരി നേരം ഒന്ന് വാടട്ടെ. അതായത് ഇച്ചിരി ഒന്ന് ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് വഴന്നു വരണ്ടേ. ആ സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള കുറച്ച് സാധനമുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ചില സമയമൊക്കെ മഞ്ഞപ്പൊടി ഇടുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു കുത്തല മുന്നേ വരും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം മഞ്ഞപ്പൊടി എപ്പോഴും നോക്കാനേ. ഒരു ഇച്ചിരി എന്നാ പറയാ കുറച്ചിട്ടേച്ചാലും മതി, പക്ഷെ എന്നാലും കൂടരുത്. ഇതിൻ്റെ കൂടെ ഇനി വേണ്ടിയത് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഒരു 1/2 കിലോയ്ക്ക് ആകുന്നതിൽ 1 ടേബിൾ സ്പൂൺ. അപ്പം ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇടുക. അപ്പം 3/4 ടേബിൾ സ്പൂൺ ആകുമ്പോൾ ടീസ്പൂൺ കണക്ക് അതിൻ്റെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 2 നിറച്ച് 2 ആയിട്ട് ഇടാൻ പോവാ. ഈ ടീസ്പൂൺ എൻ്റെ കയ്യിലിരിക്കുന്ന ടീസ്പൂണ് 2 പറ്റിയല്ല, ഞാനൊരു 3 ഇടുവാന്നേ. ഇനി വേണ്ടിയത് നമ്മുടെ സ്പൈസസിൻ്റെ ഒക്കെ ഫ്ലേവറാണ്. ഇപ്പോൾ ഒരു ഇച്ചിരി ഏലക്ക ഒരു 6 എണ്ണം കൂട്ടിക്കോ മിനിമം. പിന്നെ വേണ്ടിയത് കുരുമുളകാണ്, 1 ടീസ്പൂണോളം ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ അങ്ങനെയൊക്കെ ഇട്ടേച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വെളുത്തുള്ളി കുറച്ച് എടുത്തില്ലായിരുന്നോ, ഒരു 7 അല്ലി, അതും കൂടെ ഇടുക. പിന്നെ വേണ്ടിയത് നല്ല ജീരകം ഒരു 1/2 to 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫ്ലേവർ വന്നേച്ചാൽ മതി. ഗ്രാമ്പു അതേപോലെ 3-4 എണ്ണം. ഇനി വേണ്ടിയത് പട്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഈ നമ്മൾ മേടിക്കുന്ന പട്ടയാണെങ്കിൽ ഒരു കഷ്ണം, ഇപ്പം ഞാൻ ഈ കുഞ്ഞു കഷ്ണം 3 എണ്ണം ഇട്ടേക്കുന്നത്, അത് മതിയാവും. പട്ടയാകുമ്പോൾ പട്ടയ്ക്കും ഉണ്ട് ഒരു കുത്തൽ മുന്നേ, അതുകൊണ്ട് അതും സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. ഇത് കശകശ ഇച്ചിരി ഇടുവാന്നേൽ സ്വാദ് കൂടുന്ന് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയാം ഒരുപാട് ഇടാനല്ല, ഒരു 2 ടീസ്പൂണോളം ഇട്ടു. ഏതൊരു കറിക്കും, അതായത് ഇറച്ചിക്കറിയൊക്കെ വെക്കുവാന്നേൽ അതിൻ്റെ സ്വാദ് കൂട്ടാൻ ഏറ്റവും നല്ലത് കശകശയാന്ന് പറയും. അമ്മ എന്നെ പഠിപ്പിച്ച. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അത്ര അറിവില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു എന്നെ പഠിപ്പിച്ചേ. ഈ സമയം കൊണ്ട് ഇതൊന്ന് ആദ്യം ഒന്ന് പൊടിക്കുക. അന്നേച്ച് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഒന്ന് അരച്ചെടുക്കാവേ. ഇച്ചിരി കൂടി അരയണം. കാര്യം അതിനകത്ത് എന്നറിയോ, ഞാൻ പറയാൻ കാര്യം അതിനകത്ത് തരികളൊന്നും വരല്ല. നല്ലൊരു പേസ്റ്റ് വരുവാന്നേല്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ജീരകത്തിൻ്റെയും പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ ഒരു എന്താ പറയാ നാര് പോലെയൊക്കെ നമുക്ക് കഴിക്കാൻ നേരം തോന്നും. അതില്ലാതെ ഇത്രയും അരഞ്ഞേച്ചാൽ മതി. നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കളർ ഇതാ. അപ്പൊ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴത്തേന് അറിയാവല്ലോ. വേണ്ടേ ഇപ്പൊ വേണ്ടേ ഈ തക്കാളിയൊക്കെ ഇത്രയും വാടിയേച്ചാൽ മതി. ഇനിയാന്നു ഞാൻ ഒരു കാര്യം ചെയ്യാം, മട്ടൺ ഇട്ടേച്ച് അരപ്പിടുന്നുള്ളൂ. അപ്പോഴാ മട്ടണിലോട്ട് നല്ലോണം ഒന്ന് പുരട്ടിയെടുക്കണമല്ലോ. ഇടുക. മട്ടൺ എപ്പോഴും മേടിക്കുമ്പോണ്ടല്ലോ ഇച്ചിരി എല്ലും കഷ്ണം ഉണ്ടേ നല്ലതാ. ഇതിനകത്തോട്ട് ഈ അരപ്പിടുവാണ്. ഈ പൊടിക്കുന്ന സ്പൈസിന്റെ മസാല ഭയങ്കര നല്ല മണമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതിന്റെ മണം. എന്നാൽ നമ്മള് ഇപ്പൊ ഇത് ചേർക്കുമ്പോഴത്തേന് ഈ മസാല പോരാ എന്ന് തോന്നുവാന്നേല് എന്നാ അതിനകത്ത് ഒത്തിരി കൂട്ടണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ ചിലപ്പോ ഉണ്ടല്ലോ നമുക്ക് കണക്ക് തെറ്റിന്നിരിക്കും. അപ്പൊ എന്താ കുത്തല് വരും. അത് മാത്രം ചെയ്യരുത്. ഇത് പോരാൻ തോന്നും ഇത്ര ഇറച്ചിക്കറിക്ക് അല്ല. പക്ഷെ എന്നാ അറിയോ, നമ്മുടെ ഇറച്ചി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേന് ചുരുങ്ങും. അപ്പൊ എന്നാന്ന് വെച്ചാൽ മസാല കണക്കായിരിക്കും. ഇതെന്നാത്തിനാന്നറിയാവോ, വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നടിക്കുമ്പോഴത്തേക്ക് അത് മൊത്തം അങ്ങ് കലങ്ങി വെച്ച് നമുക്ക് ഒരു അരപ്പ് പോലും വേസ്റ്റ് ആവാതെ കിട്ടും. ഞാൻ ഒരല്പം തീ ഊട്ടി വെച്ച് ഈ അരപ്പ് മൊത്തം ഈ ഇറച്ചിയിലോട്ട് അങ്ങോട്ടങ്ങ്
ആ അരപ്പിൻ്റെ ഒരു പച്ചച്ചോവയൊന്ന് മാറണേ, അന്നേച്ചേ തേങ്ങാപ്പാൽ ചേർക്കാവുള്ളൂ. അതൊരു ഇച്ചിരി മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞേച്ച് നമുക്ക് അടുത്ത ചേർക്കാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉപ്പും എരിവും പുളിയും ഒന്ന് നോക്കാം. ഈ പറഞ്ഞ പോലെ പുളി അധികം ചേർക്കണ്ട, അതിന് പകരം പച്ചമുളക് വേണോ ചേർക്കാം. എരിവുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ ഇഷ്ടമാണെന്നുണ്ടല്ല അത് ചേർത്തേച്ചാൽ മതി. അതല്ല കുരുമുളകിൻ്റെ ഇഷ്ടമാണെന്ന് വെച്ചാൽ കുരുമുളക് ചേർത്തേച്ചാൽ മതി. എരിവ് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ അതല്ല രണ്ടും കൂടെ 50-50 ബേസിസ് ആണെന്നുണ്ടെങ്കിൽ അത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കറി വെക്കുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ഇച്ചിരി കുരുമുളകിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സ്റ്റൂവ് ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ മുന്നേ നിൽക്കാൻ എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ്. പക്ഷെ ചിലർക്കുണ്ടല്ലോ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. അതൊക്കെ നമ്മുടെ ഏനം പോലെ ചെയ്തേച്ചാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഈ അരപ്പ് ചേർത്തേച്ച് അതിൻ്റെ ആ ഒരു പച്ച കുത്തലൊന്ന് മാറിയേക്കണം. പച്ചച്ചൊവയുണ്ട്, അതായത് ആ പട്ട ഗ്രാമ്പൂ ഏലക്ക ഈ ഒരു ചുവ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ കറി മുഴുവൻ ആ ചുവയായിരിക്കും. നമ്മൾ ഇനിയിപ്പോൾ എത്ര വേവിച്ചെന്ന് പറഞ്ഞാലും ശരി, എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും ശരി, ആ കുത്തൽ ഇങ്ങനെ കാണും. ഇനി ഉപ്പ് അധികം ചേർക്കണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ ഇനി ഒന്ന് മട്ടൺ ഒന്ന് വെന്തേച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിലാന്നു ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുവാണേ. ആ നല്ല മണമുണ്ട്. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു എന്നാ പറയാ പച്ചച്ചൊവ എന്ന് പറയുന്ന സാധനം മാറി മാറി വരുന്നുണ്ട്. ഈ മാറി വരുന്ന സമയം ആ മട്ടൻ്റെ ഒരു മണം വരുവേ. വെന്ത മണമല്ല, ആ ഒരു അറിയാലോ, ആ കുത്തലൊന്ന് മാറിയേച്ച് അതിൻ്റെ ഒരു വെന്ത ഒരു മണം അത് വരുന്നുണ്ട്. ഇച്ചിരി കൂടെ ഉണ്ട്, ഒരു മുക്കാലേ ആയിട്ടുള്ളൂ. ഒരു ഇച്ചിരി കൂടെ അതിൻ്റെ ഒരു മണം പോയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുത്തൽ മുഴുവൻ കാണും. പച്ചമുളക് എരിവുള്ളവർക്ക് ചേർത്തോണേ. എനിക്ക് ഇച്ചിരി എരിവും ഉപ്പും പുളിയും ഒക്കെ ഉള്ള എന്നാ പറയാ ഇറച്ചിക്കറിയും മീൻകറിയും ഒക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം. ഇതിൻ്റെ ആ ഒരു എന്താ പറയാ കുത്തലെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതിപ്പോൾ 2ാം പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ 2ാം പാൽ ഒഴിച്ചിട്ട് ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത്. എന്നാന്നോ എപ്പോഴും പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഈ മട്ടണിൽ നിന്നും ഒക്കെ വെള്ളം ഊറും. ആ മട്ടൻ്റെ ഒക്കെ വെള്ളം ഊറി വേണം ആ മട്ടൺ വേവാനായിട്ട്, എന്നാലാണ് നല്ല രുചി ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ ഉപ്പും ഇനി ഒന്നും ചേർക്കുന്നില്ല. ഇതിനെ ഞാൻ അടച്ചു വെച്ചേച്ച് ഒന്ന് തിളച്ച് ആ വെള്ളം ഒന്ന് ഊറിക്കഴിയല്ലേ, ഊറിക്കഴിഞ്ഞേച്ച് ഞാൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ എന്താ നമ്മുടെ കുക്കർ തുറക്കാൻ പോവാ. മട്ടൺ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ആ മട്ടണിൽ നിന്ന് ഇറങ്ങിയ ചാറേ ഉള്ളൂ, പിന്നെ നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലും, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ സ്വാദ് കൂടുക എന്ന് പറയും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ 1ാം പാല് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാ. ഓക്കെ, 1ാം പാൽ ഒഴിച്ച് ഒത്തിരി അങ്ങ് തിളയ്ക്കണ്ട. ഒരു എന്നാ പറയാ ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടായി വരികയല്ലേ, ആ ഒരു തിള മതിയേ. കാര്യം പെട്ടെന്ന് അങ്ങ് ഇത് കുറുകിപ്പോവും. ഇനി എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതൊന്ന് തിളച്ചേ. ഇനിയാന്നു ഇതിനകത്തൊരു ഇച്ചിരി കടുക് വറുക്കാനുണ്ട്. കടുക് വറുക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ കടുകുമല്ല, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യും, വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. പക്ഷെ ഇപ്പം ഞാൻ കടുക് വറുക്കാനായിട്ട് ഒരു ഇച്ചിരി നെയ്യേ ചേർക്കുന്നുള്ളൂ. അതിനകത്തോട്ട് ഒരു ഇച്ചിരി ചെറിയ ഉള്ളി, ഒരു 1-2 മതിയേ. ചൂടാവാതെ എടുത്ത് ഉള്ളി ഇടരുതെന്നല്ലേ? അതെ, ക്ഷമ ഒരു ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഇട്ട് പോയെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ തീയാന്നേ പെട്ടെന്നാവുവേ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്നാ മല്ലിയില കൂടുതലിടാൻ ഇഷ്ടമുള്ളവർക്ക് അന്നേലും മല്ലിയില ഇടാം. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നാച്ചുറൽ, എനിക്ക് കറിവേപ്പില ഇടുന്നതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലേവർ ഒരു ഇച്ചിരി മല്ലിയില ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനൊരു ഇച്ചിരി ഇട്ടേക്കാം. ഞാൻ കറിവേപ്പിലയോട് കൂടുതൽ ഇതാക്കുന്നതുകൊണ്ട് ഞാൻ മല്ലിയില ഒരു ഇച്ചിരി ഇടുന്നുള്ളൂ. രണ്ടിൻ്റെ ഫ്ലേവർ വന്നാൽ നല്ല. ഇനിയിപ്പോൾ വേണ്ട ഞാനൊരു ഇച്ചിരി എന്നാ തേങ്ങാപ്പാലല്ലേ ഒഴിച്ചുള്ളൂ. ഇനി ഇതിനൊരു ഇച്ചിരി എന്നാ പറയുക ചാറ് ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി തേങ്ങാപ്പാൽ കട്ടിക്ക് ഒഴിച്ചേച്ച് അപ്പോഴത്തേന് എരിവ് ഒരു ഇച്ചിരി കുറയുമല്ലോ. അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി കുരുമുളക് ഒന്ന് ചാച്ചിട്ടേച്ചാൽ മതി. ഈ ഉള്ളി ഒരു ഇച്ചിരി മൂക്കണം. കടുക് വറുക്കുന്നത് അതിനകത്ത് കടുക് ഇടുകയെന്നേ ഉള്ളൂ. വേണ്ട ഉള്ളി മൂത്തു. ഇതിനകത്തോട്ട്
കറിവേപ്പില ഇട്ടേച്ച് ഇതങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ അടുപ്പ് അങ്ങ് ഓഫ് ചെയ്യാമേ. നേച്ച് ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ കറി. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാലപ്പ കൊടുക്കാൻ പോകുന്നത്. വെള്ളയപ്പം ആണെങ്കിലും അതും നല്ല ടേസ്റ്റാ. ഇപ്പൊ എൻ്റെ കയ്യിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് പാലപ്പ. നമ്മളുണ്ടാക്കിയ പൂവപ്പം ഒക്കെ നിങ്ങൾ മറന്നുപോയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും മിക്ക വീടുകളിലും ഇപ്പോഴും ആ പൂവപ്പം ഉണ്ടാക്കുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പച്ചട്ടി ഒഴിച്ചിരി ചൂടാവട്ടെ. ഇങ്ങനെ അപ്പം ഉണ്ടാക്കാൻ ആരും മറന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.